അല്ല, പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്തതാണ്, പിന്നീട് പാർട്ടി പുറത്താക്കിയതാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനവും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനവും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനെടുത്ത തീരുമാനവും പാർട്ടിയിലെ മുഴുവൻ നേതാക്കന്മാരും കൂടി ആലോചിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. കോൺഗ്രസ് പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഈ തരത്തിൽ ഒരു ബന്ധവും ഉണ്ടാകേണ്ടതില്ല, ഉണ്ടാകാനും പാടില്ല. അങ്ങ് പറഞ്ഞു അനിശ്ചിതത്വമുള്ള സ്ഥലങ്ങളിൽ പ്രാദേശിക നേതൃത്വമായി ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതേസമയം CPM പറഞ്ഞിരിക്കുന്നത് BJP ആയിട്ടും കോൺഗ്രസുമായിട്ട് യാതൊരു സഖ്യത്തിനും ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള സ്ഥലത്ത് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. ഞങ്ങൾ പറഞ്ഞത്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഇന്നലെ റിസൾട്ടാണ് വന്നത്. ഈ അടുത്ത തലങ്ങളിലേക്കുള്ള ചുമതലകളിലേക്കും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ ഐക്യജനാധിപത്യ മുന്നണിയാണ് നടത്തേണ്ടത്. അപ്പോൾ അത് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി മാത്രമാണ്. ഇപ്പോൾ UDFൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, UDFൻ്റെ പ്രധാന പാർട്ടി എന്ന നിലയിൽ KPCCയുടെ പ്രസിഡന്റ് ഉണ്ട്, UDFിലെ മറ്റ് ഘടകകക്ഷികളുണ്ട്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പോലെയുള്ള RSP പോലെയുള്ള കക്ഷികളുണ്ട്. അപ്പോൾ ആ മുന്നണി നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ആൻസർ കൃത്യമായി പറയാനുള്ള ഒരാളല്ല എന്ന നിലയിലാണ് ഞാൻ. ജോസ് കെ മാണി UDFിൽ നിന്നും അവർ കേരള കോൺഗ്രസ് പാർട്ടി പോയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കണം. ഒന്നുകിൽ അദ്ദേഹത്തിന്, കാരണം അദ്ദേഹത്തിന് പാലായിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് സംസ്ഥാനത്തിൽ മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി മാണി സാറിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന പാലായിൽ പോലും ആ പാർട്ടിക്ക് മുനിസിപ്പൽ ഭരണമൊന്നും കിട്ടുന്നില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലാണ് അവർ പിന്നെ UDFൻ്റെ മുന്നണി വിട്ടത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലിപ്പോൾ അവർക്ക് യാതൊരു സ്വാധീനവുമില്ല, ഞങ്ങൾ കിട്ടി. കോട്ടയം പാർലമെൻറ്റ് എല്ലാ കാലത്തും കേരള കോൺഗ്രസ് മാണി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ അവർക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിലും ഇല്ല, കോട്ടയം പാർലമെൻറ്റിലും ഇല്ല. പിന്നെ അങ്ങനെ ഒന്നുമില്ലാതെ എന്തിനാണ് അവർക്ക് മുന്നണിയിൽ നിന്ന് മാറി നിന്നിട്ട് എന്താണ് പ്രയോജനമുണ്ട്? അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരില്ലാതെയാണല്ലോ ഇപ്പം കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും എല്ലാം ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ വിജയിച്ചത്. പക്ഷേ ഞങ്ങൾ ഒരു അഹങ്കാരവും വെച്ച് പുലർത്തുന്നില്ല. അവരൊക്കെ ആലോചിക്കേണ്ടതാണ്, അവരുടെ അണികളും ആലോചിക്കേണ്ടതാണ്, അവരുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ അവരുടെ അണികളും ആലോചിക്കണം. LDFിലേക്ക് പോയതിന് ശേഷം അവരുടെ അണികൾക്ക്, അവരുടെ താഴെ 2ാം നിരയിലും 3ാം നിരയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ? ഇനി മെച്ചമെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുന്നത് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുമ്പോഴാണല്ലോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുക ഒരു പാർട്ടിക്ക്. അങ്ങനെ അവരുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ഏറ്റവും കുറഞ്ഞ കോട്ടയം ജില്ലയിലെങ്കിലും പറ്റിയിട്ടുണ്ടോ? പാലാ മുനിസിപ്പാലിറ്റിയും കോട്ടയം പാർലമെൻറ്റും കോട്ടയം ജില്ലാ പഞ്ചായത്തും ഒന്നും ലഭിക്കാതെ കേരള കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് LDFിൽ നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഞാനത് പറയാൻ ആളേ അല്ല. ഈ ഞങ്ങളുടെ പാർട്ടിയിലും മുന്നണിയിലും മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പോഴത്തരത്തിലൊരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിന് മുകളിൽ കയറി ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ ഒരു നിലനിൽക്കുന്ന ഒരു അഭിപ്രായത്തിന് അപ്പുറത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്.